പ്രിയ ആത്മീയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവും നമസ്കാരവും. ഇന്ന് നമ്മൾ ഒരു വർഷത്തിൻ്റെ അറ്റത്താണ് നിൽക്കുന്നത്. ഒരു കലണ്ടർ താൾ മാറുന്ന നിമിഷം മാത്രമല്ല ഇത്. നമ്മുടെ ഉള്ളിലെ ചില ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും ചില മുറിവുകൾ സ്നേഹത്തോടെ കഴുകിക്കളയാനും ഒരു പുതു വെളിച്ചത്തിലേക്ക് നടക്കാനും ദൈവം നമുക്ക് നൽകിയ ഒരു മൗന അവസരമാണ് ഈ നിമിഷം. ഒരു ചെറുകഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ ഒരു കുശവനുണ്ടായിരുന്നു. അയാൾ ജീവിതം മുഴുവനും മൺപാത്രങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. ഒരിക്കൽ അയാളുടെ ശിഷ്യൻ ചോദിച്ചു, ആശാനെ, ചില പാത്രങ്ങൾ മനോഹരമായി തിളങ്ങുന്നു, പക്ഷെ ചിലത് പൊട്ടിപ്പോകുന്നു. എന്താണ് കാരണം? ആ വൃദ്ധൻ ചിരിച്ചു പറഞ്ഞു, മണ്ണെല്ലാം ഒരേപോലെയാണ് മോനെ, പക്ഷേ അഗ്നിയെ സഹിച്ച മണ്ണ് മാത്രമേ പാത്രമാകൂ. അഗ്നിയെ ഭയക്കുന്ന മണ്ണ് പൊടിയായി തീരും. ശിഷ്യൻ വീണ്ടും ചോദിച്ചു, അപ്പോ അഗ്നി ശാപമാണോ അനുഗ്രഹമാണോ? അയാൾ പറഞ്ഞു, അഗ്നി ശാപമല്ല, അഗ്നിയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന സത്യം മാത്രമാണ്. അഗ്നി സ്വഭാവം വെളിപ്പെടുത്തുന്ന സത്യം മാത്രമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? ചിലർക്കത് രോഗങ്ങളാൽ നിറഞ്ഞ വർഷമായിരിക്കാം, നഷ്ടങ്ങളാൽ, വേദനകളാൽ, അപമാനങ്ങളാൽ നിറഞ്ഞതായിരിക്കാം, ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നൊരു കാലമായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വർഷത്തിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നമ്മളെ തകർത്തിട്ടില്ലാത്ത വേദനകൾ, നമ്മളെ രൂപപ്പെടുത്തിയ ആ ഒരു അവസരം. കാരണം നമ്മളെ തകർക്കാത്ത ഈ വേദനകൾ വാസ്തവത്തിൽ നമ്മെ രൂപപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ജീവിതത്തിലെ ഓരോ പരീക്ഷയും നമ്മുടെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അഗ്നിയാണ്. പുതുവർഷം വരുമ്പോൾ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. കുറ്റപ്പെടുത്തലുകൾ കുറയ്ക്കാം. ന്യായീകരണങ്ങൾ വിട്ടുകളയാം. ഞാനാണ് ശരിയെന്ന അഹങ്കാരം കുറയ്ക്കാം. ഞാനും പഠിക്കുന്ന വഴിയിലാണ് എന്ന വിനയം വളർത്താം. സമാധാനം ജയിക്കണം, അഹങ്കാരം തോൽക്കണം. നാം പലപ്പോഴും പറയുന്നു, അവർ മാറിയാൽ ഞാൻ മാറാം. പക്ഷേ ആത്മീയത നമ്മോട് ചോദിക്കുന്നു, നീ മാറിയാൽ ലോകം മാറുമോ എന്ന് നോക്കിയാലോ എന്ന്. ഒരു ബന്ധം രക്ഷിക്കാൻ രണ്ടുപേരും ശ്രമിക്കണം. പക്ഷേ ഒരാൾ സ്നേഹത്തോടെ മൗനം പാലിച്ചാലും ചിലപ്പോൾ അതൊരു വലിയ പ്രാർത്ഥനയായിട്ട് കൂടി മാറാം. നിനക്ക് എത്ര സമ്പാദ്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ നീ എത്ര സമ്പാദ്യം ഈ കൊല്ലം ഉണ്ടാക്കി, നിനക്ക് എത്ര നേട്ടങ്ങൾ കിട്ടി എന്നൊന്നുമല്ല പുതുവർഷം ചോദിക്കുക. പകരം അത് ചോദിക്കുന്നു, നീ എത്ര കരുണയുള്ളവനായി, നീ എത്ര പേരെ ആശ്വസിപ്പിച്ചു, നിന്റെ മൗനം എത്ര പേരെ വേദനിപ്പിച്ചിട്ടില്ല. ഇന്ന് രാത്രി പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ഇങ്ങനെ പറയാം, ദൈവമേ, എനിക്ക് മാറ്റാനാവാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ശാന്തി, സമാധാനം, അറിവ് തരണമേ. മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യം തരണമേ. ഈ രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാനുള്ള ജ്ഞാനവും തരണമേ. നമ്മുടെ മനസ്സുകൾ കൂടുതൽ വിശാലമാകട്ടെ, ഹൃദയങ്ങൾ കൂടുതൽ മൃദുവാകട്ടെ, അനാവശ്യമായ വാക്കുകൾ ഇല്ലാതാകട്ടെ, അല്ലെങ്കിൽ കുറയട്ടെ, സ്നേഹം കൂടട്ടെ. പ്രാർത്ഥനകൾ ഒരിക്കലും ആചാരമല്ല, അതൊരു അനുഭവമാകട്ടെ. ഹൃദയം കൊണ്ട് സംസാരിക്കാം, വാസ്തവത്തിൽ അതല്ലേ പ്രാർത്ഥന. എൻ്റെ പ്രിയ PMC മലയാളം സുഹൃത്തുക്കളെ, പുതുവർഷം ഒരു വാഗ്ദാനമല്ല, ഒരു അവസരം മാത്രമാണ്. ആ അവസരം നമുക്ക് നമ്മളായി മാറാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എല്ലാവർക്കും സമാധാനവും ആരോഗ്യവും സ്നേഹവും നിറഞ്ഞ ഒരു ആത്മീയ പുതുവർഷം ഞാൻ വിനയപൂർവ്വം ആശംസിക്കുന്നു. അത്യധികം സ്നേഹത്തോടെ, എൻ സുരേഷ്.